മസ്തകത്തിൽ മുറിവേറ്റ് ചികിത്സയിലിരുന്ന അതിരപ്പള്ളിയിലെ കൊമ്പൻ ചെരിഞ്ഞു. കോടനാട് ആനകേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെയാണ് ചെരിഞ്ഞത്. രേണുക രാജേന്ദ്രൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. രേണുക, കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ഈ കൊമ്പനെ മയക്കുവെടി വെച്ച് വലിയ രീതിയിലുള്ള ദൗത്യമൊക്കെ പൂർത്തിയാക്കിയിട്ട് ചികിത്സയ്ക്ക് എത്തിച്ചത്. പിന്നീട് വനംമന്ത്രി ശശീന്ദ്രൻ സൂചിപ്പിക്കുകയുണ്ടായി, ഗുരുതരാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്, അതിസങ്കീർണമാണ് എന്ന്. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ചെരിയൽ സംഭവിച്ചു എന്നാണോ? ബനേഷ്, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആനയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. ഇന്ന് രാവിലെ തന്നെ കേരള വിഷൻ ന്യൂസിലൂടെ തന്നെ പ്രേക്ഷകർക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആനയെ ശ്വസിക്കുന്നതിലും അതോടൊപ്പം തന്നെ അതിൻ്റെ ശരീരത്തുണ്ടായിരിക്കുന്ന ഇൻഫെക്ഷനുകൾ അല്ലെങ്കിൽ അണുബാധ തുമ്പിക്കൈ വരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ശ്വാസം തുമ്പിക്കൈ വഴി എടുത്തിട്ട് ഈ മുറിവിലൂടെയാണ് ഈ ആന ശ്വാസം പുറത്തേക്ക് വിടുന്നത്. പുഴുവും പഴുപ്പുമെല്ലാം ഈ ആനയുടെ ശരീരത്തെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാഥമികമായിട്ട് നമ്മൾ മരുന്നുകളെല്ലാം വച്ചു ആനയുടെ ഒരു ചികിത്സാ കാര്യങ്ങൾ നോക്കിയിരുന്നെങ്കിലും ഈ ആന ഭയങ്കര അവശ നിലയിലായിരുന്നു. ആദ്യ ദിവസം കോടനാട് എത്തിച്ച സമയത്ത് തന്നെ ആന തീറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഓക്കെ എന്നൊരു നിലയിലേക്ക്, തരണം ചെയ്യാൻ കഴിയുമെന്നൊരു നിലയിലേക്ക് ആന എത്തുകയും അതോടൊപ്പം തന്നെ ഈ ഇന്നലെ രാത്രിയോടെ അല്ലെങ്കിൽ ഇന്നോടെയാണ് ആനയുടെ ആരോഗ്യനില കുറച്ച് ഗുരുതരമായി തുടർന്നുകൊണ്ടിരുന്നത്. ഡോക്ടർ സക്രിയുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളിയിൽ നിന്നും വളരെ സാഹസികമായ രീതിയിൽ തന്നെയാണ് ഈ ആന ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. ഇവിടെ എത്തിയ ആനയുടെ ആരോഗ്യനില തൃപ്തികരമാകുമെന്ന് തന്നെയാണ് വിശ്വസിച്ചത്. പക്ഷേ ആന അല്പസമയത്തിന് മുന്നെയാണ് ചരിഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ. ചികിത്സയ്ക്കിടയിലാണ് ഈ ആന ചരിഞ്ഞത്. പ്രത്യേകമായി തയ്യാറാക്കിയ കൂടുകളും എല്ലാം ഉണ്ടായിരുന്നു. ഈ എന്നെടുത്ത് പറയുമ്പോൾ ഈ ഒരു കാട്ടിൽ നിന്നെത്തിയ ഒരു കൊമ്പൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൂടിലേക്ക് പെട്ടെന്ന് ഇണങ്ങുന്നത് അല്ലെങ്കിൽ ഒരു പറയാൻ കഴിയില്ല, കൂടുമായിട്ട് അതിന് പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ കഴിയില്ല. പക്ഷേ ഈ ആന അവശ നിലയായതുകൊണ്ട് തന്നെ ഈ കൂടുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരുകയും വലിയ ബഹളമൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെയാണ് ഈ ആന ഇരുന്നത്. പക്ഷേ ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്ന് തന്നെയാണ് ഈ ആന ഇപ്പോൾ ചരിഞ്ഞതെന്ന് വേണം മനസ്സിലാക്കാൻ. പനീഷ്. ശരി, രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.